ഹലോ, അതെ, ഒരുപാട് പേര് ചെയ്ത് നിങ്ങളിൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ ഞാനിത് ആദ്യം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. സംഭവം എന്താ വെച്ചാൽ ഇന്നലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി, സിസ്റ്ററുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോൾ നീലമാവുണ്ട്, നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത നീലമാവാണ്. ഒരുപാട് മാങ്ങ കണ്ടു. പക്ഷേ ചേച്ചിക്കൊരു കംപ്ലയിൻറ്റ്, ആദ്യത്തെ പ്രാവശ്യം പഴുക്കാൻ വെച്ച എല്ലാ മാങ്ങയും ചീത്തയായി പോയി, ഒരെണ്ണം പോലും കിട്ടില്ല, പുഴുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ടു, മാങ്ങ പഴുക്കുമ്പോൾ പുഴുവാകാതിരിക്കാൻ എന്തൊക്കെ പൊടിക്കൈകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനെക്കുറിച്ച് ഒന്ന് വായിച്ച് നോക്കി എന്താ സംഭവം എന്നുള്ളത്. ആക്ച്വലി സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇരിക്കുന്ന മാങ്ങ കണ്ടോ, ഇതിലൊക്കെ കുറേ കുത്തുകൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്, കണ്ടോ. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ ഇല്ലേ, പഴയീച്ച എന്ന് പറഞ്ഞ സാധനം, ഈ പഴയീച്ചയുടെ അഡൽട്ട് ഫീമെയിൽ, പ്രായപൂർത്തിയായ ഈ പെണ്ണീച്ചകൾ മുട്ടയിടുന്നത് ഈ മാങ്ങയുടെ പുറത്താണ്. ഇനി പൂവുണ്ടാകുന്ന സമയത്ത് മുട്ടയിടാറുണ്ട്, അതിനകത്ത് മാങ്ങ ഉണ്ടാകുന്ന സമയത്തും അകത്ത് അതിൻ്റെ മുട്ട കയറാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ പാകമായാണ്ട് പഴുക്കാറായ മാങ്ങയല്ലേ, ഈ പഴുക്കാറായ മാങ്ങയുടെ പുറം ഭാഗത്തെ തോലില്ലേ, സ്കിന്ന് ഇങ്ങനെ തുളച്ചിട്ട് സ്കിന്നിൻ്റെ ഉള്ളിലേക്കാണ് അത് മുട്ടയിട്ട് വെക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിൽ മുട്ടയിട്ട് വെച്ചിട്ട് ഇതങ്ങ് പോകും. പിന്നെ മാങ്ങ പഴുക്കുമ്പോൾ അല്ലെങ്കിൽ മാങ്ങ മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഈ മുട്ട വിരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇറങ്ങും. മാങ്ങയുടെ അകത്തോട്ട് ഇറങ്ങിയിട്ട് ഈ മാങ്ങയുടെ പൾപ്പ് കഴിച്ചിട്ടാണ് ഈ പുഴുക്കൾ ഇങ്ങനെ വലുതായി വരുന്നതെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ പുറത്തും ഇതിൻ്റെ ഉള്ളിലും ഒക്കെയുള്ള ഈ മുട്ടയെ കൊന്നാൽ മതി, ആ പുഴുക്കൾ ഉണ്ടാകാതിരിക്കും. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, മാങ്ങ ഒത്തിരി മെച്ചുറായി കഴിഞ്ഞാൽ, പഴുക്കാറായ മാങ്ങകൾ എടുക്കുന്നതിനേക്കാളും മാങ്ങ മെച്ചുറാവുന്നതിനും കുറച്ച് മുമ്പേ എടുത്തിട്ട് അതൊന്ന് പരീക്ഷിക്കണമെന്ന് പറഞ്ഞു കേട്ടെ. പക്ഷേ എനിക്ക് കിട്ടിയ മാങ്ങകളെല്ലാം നന്നായിട്ട് മൂത്ത മാങ്ങ കേട്ടോ, അവിടെ നല്ല പറിച്ചെടുത്താണ്, നന്നായിട്ട് തന്നെ മൂത്ത വാങ്ങിയാണ്. എന്താവും എന്നറിയില്ല. എന്തായാലും ആ പ്രോസസ്സ് നിങ്ങളെ ഞാൻ കാണിക്കാം, പറ്റിയാൽ അതിൻ്റെ റിസൾട്ടും കൂടെ കാണിക്കാം. അപ്പോൾ എന്താ പരിപാടിയും നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് തിളച്ച വെള്ളം, അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ നന്നായിട്ട് തിളച്ച വെള്ളമാണേ, ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഈ തിളച്ച വെള്ളത്തിലേക്ക് മാങ്ങ ഡയറക്റ്റ് ഇടാൻ പാടില്ല, വെന്തു പോകും. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 50 ഡിഗ്രി സെൽഷ്യസ് മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത അത്രയും അളവിൽ, അത് 100 ഡിഗ്രി ആണല്ലോ, അത്രയും അളവിൽ നോർമൽ വാട്ടർ, സാധാരണ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതാണ്ടൊരു 50-55 ഡിഗ്രി നമുക്ക് കിട്ടും. ഇത്ര അധികം വെള്ളം വേണ്ട, ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, അണുക്കളെല്ലാം കൊല്ലാൻ വേണ്ടിയാണേ. ഉപ്പിന് കണക്കൊന്നുമില്ല, എത്ര ഇട്ട് കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മാങ്ങയല്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുങ്ങി കിടക്കണം കേട്ടോ മാങ്ങ. അപ്പോൾ ഇത് കുറച്ച് സമയം ഈ വെള്ളത്തിൽ കിടക്കട്ടെ, ഒരു 5 മിനിറ്റോളം ഇട്ടാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല തൊലി കട്ടിയുള്ള മാങ്ങയാണ് നമ്മുടെ ഈ എന്താ പറയുക നീലം മാങ്ങ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സ്കിന്നിൻ്റെ അടിയിലിരിക്കുന്ന ആ എക്സ് നശിച്ചു പോകണമെങ്കിൽ കുറച്ച് സമയം കിടക്കണം. എന്തായാലും 5 മിനിറ്റ് കിടക്കട്ടെ. 5 മിനിറ്റിന് ശേഷം എന്താ പരിപാടി എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റോളം മാങ്ങ കിടന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഒന്നര എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം മൊത്തം കളയണേ. സാധാരണ നമുക്കറിയാം, നമ്മൾ ഈ പച്ചമാങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ പുഴുവൊന്നും ഉണ്ടാവില്ല, പഴുത്ത് കഴിയുമ്പോഴേ പുഴുക്കൾ ഉണ്ടാവണേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സത്യം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു, എടുക്കുമ്പോൾ മാങ്ങ നന്നായിട്ട് മൂക്കുന്നതിന് തൊട്ട് മുമ്പ് എടുക്കണം കേട്ടോ, എങ്കിലും ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. ഒന്ന് പഴുത്ത് തുടങ്ങി കഴിഞ്ഞാൽ, നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ മാങ്ങ ഒന്ന് സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പുഴുക്കൾ അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഈ പുഴു വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നനവൊന്ന് ജസ്റ്റ് മാറിയ ശേഷം നമുക്ക് പഴുക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതെ, ഒരു അരമണിക്കൂറോളം ഞാൻ മാങ്ങ പുറത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് തണുത്തുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പഴയ രീതിയിലൊന്ന് പഴുപ്പിക്കാൻ നോക്കാം. ഞാൻ സാധാരണ മാങ്ങ പഴുപ്പിക്കുന്ന നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു പേപ്പറിൽ മാങ്ങ ഇങ്ങനെ പൊതിയ ചെയ്യണം. കുറച്ച് മാങ്ങയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, കൂടുതലുണ്ടെങ്കിൽ പേപ്പർ വെറുതെ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് മാങ്ങ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ചീറ്റ് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഞാൻ ഈ മാങ്ങ പഴുപ്പിക്കുന്ന രീതിയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനെല്ലാം അതെ ഓക്കെ ആക്കിയിട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞൊന്ന് എടുത്ത് നോക്കിയിട്ട് അപ്ഡേറ്റ്സ് കാണിച്ച ശേഷം നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ മാങ്ങ പഴുക്കാൻ വെച്ചിട്ട് 3 ദിവസമായിട്ടുള്ളൂ, പഴുത്ത് തുടങ്ങിയാൽ നോക്കിയപ്പോൾ കേട്ടോ. നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ.
യെസ്. യെസ്, പഴുത്ത് തുടങ്ങിയണ്ടാ. ഇത്രയും പഴുത്താൽ മതി കേട്ടോ. ഒത്തിരി പഴുത്താലേ സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. യാ വൺ. എൻ്റെ ഭംഗി നോക്കിക്കേ. എന്തായാലും കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം കേട്ടോ എന്താ അവസ്ഥയെന്ന്. എല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അടിപൊളിയായിട്ടുണ്ടേ. കുഴപ്പമില്ല. മാങ്ങ 10 ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് നോക്കല്ലേ. ഈ സുന്ദരിക്കോതെ തന്നെ കട്ട് ചെയ്താലോ. യെസ്, അടിപൊളിയായിട്ടുണ്ട്. ഒരു പുഴുവില്ല കേട്ടോ. സൂപ്പർബ്. ഒരെണ്ണം കൂടെ നോക്കാം. ഒരു ചെറുതും കൂടെ നോക്കാം. ഇത് നോക്കാം. യെസ്, അതൊന്നും പറ്റിയിട്ടില്ല. നല്ല മണമുണ്ട്. എന്തായാലും കഴിച്ചു തുടങ്ങണം. ഒരു മാങ്ങയും കേട് വരിട്ടില്ല. അവിടെ പോയപ്പോൾ അമ്മ പറഞ്ഞത് ഫസ്റ്റ് ബാച്ച് വെച്ചതെല്ലാം പുഴുവായിരുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ സ്ഥിരമായിട്ട് പുഴുക്കൾ ഉണ്ടാകുന്ന മാങ്ങ ഉണ്ടെങ്കിൽ ഈ മാർഗ്ഗം ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.